നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഇന്നി അസബ്തു ദംബൻ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഫഅഖിം ഹദ്ദി, എന്റെ ഹദ് തങ്ങൾ നടപ്പിലാക്കണം. വലിയൊരു തെറ്റാ ചെയ്തത്, തങ്ങൾ എനിക്ക് അതിനുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കണം. റസൂലുള്ളാഹി മിണ്ടാതിരുന്നു, അല്പനേരം മൗനം അവലംബിച്ചു. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹം വീണ്ടും പറഞ്ഞു, നബി തങ്ങളെ ഞാൻ തെറ്റ് ചെയ്തു, തങ്ങൾ എനിക്ക് അതിന്റെ ഹദ് നടപ്പിലാക്കി തരണം. കള്ളു കുടിച്ചാൽ ഇത്ര അടി, ഓരോ നിയമങ്ങളുണ്ടല്ലോ. എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തു പോയി, തങ്ങൾ എനിക്ക് ഹദ് അടിച്ചു തരണം, ഇസ്ലാമികമാകുന്ന ശിക്ഷാ നടപടികൾ തങ്ങൾ നടപ്പിലാക്കി തരണം. റസൂലുള്ളാഹിയുടെ 2-3 വട്ടം ആവർത്തിച്ചു. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. റസൂലുള്ളാഹി പള്ളിയിൽ കയറി, സ്വഹാബത്തും കയറി, അദ്ദേഹവും കയറി. സ്വഹാബിയാണല്ലോ, അദ്ദേഹം കയറി. വീട്ടിൽ നിന്ന് ഒതു എടുത്ത് വന്നിരിക്കുക, സുന്നത്ത് നിസ്കരിച്ചു, സുബ്ഹാനല്ലാഹ്, ഇഖാമത്ത് കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരാണ്, സ്വഹാബിയ. അദ്ദേഹം പറയുന്നു, ഞാൻ പതുക്കെ പോയി കേട്ടു നോക്കി, എന്താണ് ഇദ്ദേഹം നബിയോട് പറയുന്നത്, ഇദ്ദേഹത്തിനോട് നബിതങ്ങൾ എന്താണ് മറുപടി പറയുന്നത്, അതറിയാൻ വേണ്ടി ഞാൻ പതുക്കെ കൂടെ കൂടി. ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് നബിയോട് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് ഹദ്ദടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി, എന്താ ഇപ്പൊ നബി ഇയാളോട് പറയാ, അറിയാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് കൗതുകം, പള്ളി നടക്കുന്ന വിഷയങ്ങൾ അറിയാൻ ഭയങ്കര പ്രത്യേക ജാഗ്രത. അവ കൂടെ കൂടി. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ തെറ്റ് ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, നീ ഇപ്പോ ഒളു എടുത്ത് പള്ളി വന്ന് ഞങ്ങളോടൊപ്പം നിസ്കരിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞു, നിസ്കരിച്ചു. നിന്റെ ഒളു കൊണ്ടും നിസ്കാരം കൊണ്ടും നീ ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിന്റെ മഹത്വം എത്രയാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം കറക്റ്റ് ആണോ, അവൻ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിയും. കള്ളുകുടി, വ്യഭിചാരം ഒക്കെ ഒഴിയും. നിങ്ങൾ ഈ 40 ദിവസം കറക്റ്റായിട്ട് ഇമാമും ജമാഅത്തുമായി നിസ്കാരം കറക്റ്റ് ആകണം. അതിന് പറ്റിയ സമയമാണ് റമദാൻ. ഈ സമയത്ത് പിടിച്ചാൽ രക്ഷയാണ്. പലരും ഇതിങ്ങനെ പിടിച്ചു വരും, എന്നിട്ട് പെരുന്നാളിന്റെ സുബഹി മുതൽ അവനെ കാണുന്നില്ല, ഒറ്റ മുങ്ങല. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ പറയും തിയേറ്ററിലുണ്ടെന്ന് പറയും. ഉച്ചയ്ക്ക് തിയേറ്ററിലുണ്ട് പെണ്ണുങ്ങളുമായിട്ട്, അവിടെ പോയിട്ട് കാര്യമായിട്ട് ലൈലത്തുൽ ഖദർ പൊതിഞ്ഞോണ്ടങ്ങ് പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ എല്ലാ അമലുകളും പൊളിയാണ് അതോടുകൂടി. അങ്ങനെ ആകാൻ പാടില്ല വിശ്വാസികൾ. നമ്മൾ 40 ദിവസം ഇമാമും ജമാഅത്തുമായി ചിട്ട വെച്ചാൽ, ഒരു മനുഷ്യൻ 40 ദിവസം തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്താൽ പിന്നെ അവന്റെ ജീവിതത്തിൽ അത് ചിട്ടയാകുന്ന, അത് മനുഷ്യ പ്രകൃതമാണ്. അതുകൊണ്ടാണ് അത് 40 ദിവസം കറക്റ്റായി പിടിക്കാൻ പറയുന്നത്. സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും ഇശായ്ക്കും ഒക്കെ കണിശമായി നമ്മൾ അത് ശ്രദ്ധിക്കണം. ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കുന്ന ഒരു ശീലം സഹോദരിമാർക്കും വേണം. പല സഹോദരിമാരും ളുഹർ അസറിലേക്ക് വെച്ച് ബന്ധിക്കും. ളുഹർ നിസ്കാരം എപ്പോഴും നിസ്കരിക്കുക, അസറിന് തൊട്ടു മുമ്പ്. നിസ്കരിച്ച് തീരുമ്പോഴത്തേക്കും മോദിയും ബാങ്ക് വിളിക്കണം. ഇല്ലെങ്കിൽ കാട് പറയും, മോദിനെ മാറ്റിയേക്ക്, കാരണം കറക്റ്റ് അല്ല ബാങ്ക് വിളി. ഇവർക്ക് ഇവരുടെ സമയം ഒപ്പിച്ച് കിട്ടണം. ഇത് കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടിയ ഉടനെ അസറിന്റെ ബാങ്ക് വിളി വരണം. അത്രത്തോളം ളുഹർ കൊണ്ടൊന്ന് പിന്തിക്കും. കാരണം കുളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ പിന്നെ മുസല്ല വിരിക്കുള്ളൂ. ഇങ്ങനെയാ നമ്മുടെ അവ്വൽ വഖത്ത് നഷ്ടപ്പെട്ടു പോയി, ശ്രേഷ്ഠമാക്കപ്പെട്ട നമസ്കാരം നഷ്ടപ്പെട്ടു പോയി, അതിന്റെ അദാഇന്റെ സമയം നഷ്ടപ്പെട്ടു പോയി. എന്താണ് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവ പാപം പൊറപ്പിച്ചെടുക്കാൻ വുളൂ മാത്രമല്ല നിസ്കാരവുമുണ്ട്. തീർന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്സദഖത്തു തുത്ഫിഉൽ ഖതിആ കമാ തുത്ഫിഉൻ നാറുൽ മാഉ കമാ തുത്ഫിഉൻ നാറുൽ മാഉ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ കൊടുത്തു വീട്ടുന്ന സകാത്തും, നീ റമദാൻ മാസത്തിൽ കൊടുത്തു വീട്ടുന്ന സദഖകളും, നീ റമദാൻ മാസത്തിൽ കൊടുത്തു വീട്ടുന്നതാകുന്ന ദാനധർമ്മങ്ങളുമെല്ലാം നിന്റെ ചെറുപാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ്. കമാ തുത്ഫിഉൻ നാറൽ മാഉ. വെള്ളം കൊണ്ട് തീ അണയ്ക്കുന്നത് പോലെ, വെള്ളം കൊണ്ട് തീ എത്രമാത്രമാണ് ശക്തിയായി അണയുന്നത്, അതേപോലെ നിന്റെ പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗമാണ് സദഖയെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാരും റമദാനിൽ എന്ത് ചെയ്യും? ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ 10ന്റെ നോട്ടാക്കിയിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അറയി കൊടുക്കും, പെണ്ണുങ്ങളുടെ കൊടുക്കും 10ന്റെ നോട്ട്. എന്നിട്ട് പറയും, ആരെങ്കിലും ഒക്കെ വന്നിട്ട് യാചിച്ചു കഴിഞ്ഞ് ഇതങ്ങ് കൊടുത്ത് തീർത്തേക്കണം. എന്നിട്ട് ഇവൻ പറയുന്നത് എന്താ? സക്കാത്ത് കൊടുത്തു. അതാണ് സക്കാത്ത്.
സക്കാത്ത് കണക്കെടുക്കേണ്ടവൻ. അവൻ ബിസിനസ് തുടങ്ങിയിട്ട് 1 വർഷം തികയുമ്പോൾ അവനുണ്ടാകുന്നതാകുന്ന സാമ്പത്തികമാകുന്ന അവസ്ഥാവിശേഷം ഏത് നിലയ്ക്കാണ് എത്തിച്ചിട്ടുള്ളത്, അവനത് കണക്കെടുക്കണ്ടേ? ആരാ ഇവിടെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത്? ആരാ ഇവിടെ കറക്റ്റായി സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത്? യഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഓരോരുത്തരും അവനവൻ സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു, ഇതൊന്നും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. കൊടുത്തെങ്കിൽ പാപങ്ങൾ പൊറുക്കും. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ, സദഖ എന്ന് പറയുന്നത് പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള വകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി. സദഖ എന്ന പദം എന്തിനുപയോഗിക്കും? സക്കാത്തിന് ഉപയോഗിക്കും. ഖുർആൻ അങ്ങനെയല്ല ഉപയോഗിച്ചത്. ഇന്നമസ് സദഖാതു ലിൽ ഫഖറാഇ വൽ മസാകീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുകയാണ്. നീ വിശുദ്ധമായ റമളാനിലെ നോമ്പ് പരിപൂർണമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അല്ലാഹുവിനോടുള്ളതാകുന്ന ഇഷ്കും വെച്ചുകൊണ്ട് നീ നോമ്പനുഷ്ഠിച്ചാൽ, അവനോടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ നിന്റെ എല്ലാ ചെറുപാപങ്ങളും പുറത്തു നൽകുമേയെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിലെ നോമ്പ് വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും പിടിച്ചാൽ മുൻ കഴിഞ്ഞു പോയ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കും. മാത്രല്ല, മൻ ഖാമ റമളാന, റമളാനിലെ രാത്രിയിലെ നിസ്കാരം, തറാവീഹ് അടക്കമുള്ള നമസ്കാരം ശ്രദ്ധിച്ചാൽ, ഈമാനം വഹ്തിസാബൻ, വിശ്വസിച്ചുകൊണ്ടും കൂലി ആഗ്രഹിച്ചുകൊണ്ടുമാണ് നീ ചെയ്തത് എങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ ചെറുപാവങ്ങളും പൊറുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ റമളാനിലെ നോമ്പ്, റമളാനിലെ രാത്രിയിലുള്ള നിസ്കാരം പാപം പൊറുക്കും. തീർന്നില്ല. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു സദഖ റസൂലുള്ളാഹി. ആരൊരുവൻ അല്ലാഹുവിനു വേണ്ടി വിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചുവോ, യാതൊരുവിധ തെറ്റുമില്ലാത്ത മനോഹരമായ ഹജ്ജാണവൻ നിർവഹിച്ചത് എങ്കിൽ, ഒരു ഉമ്മ പ്രസവിച്ചതാകുന്ന നവജാത ശിശുവിനെ പോലെ പാപസുരക്ഷിതനായവൻ മാറുമേ. അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമേ എന്നും ഹബീബായ റസൂലുള്ളാഹി. കണ്ടോ കിട്ടുന്ന നേട്ടം? കണ്ടോ? മാഷാ അല്ലാഹ്. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ ഈ മഗ്ഫിറത്തിന്റെ 10 തന്നെ ഇത് പഠിച്ചു വെച്ചു. അടുത്ത വർഷം ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചവരുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമലുകളൊക്കെ കൃത്യമായി ചെയ്യാനും അതൊക്കെ സ്വീകാര്യതയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെച്ചോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? ഹജ്ജ് ചെയ്താല് എന്താ കിട്ടുന്നത്? ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരു തെറ്റുമില്ലാതെ അപാകതയൊന്നും ഇല്ലാതാണ് അവൻ ആ പരിശുദ്ധമായ ഹജ്ജ് ചെയ്തത് എങ്കിൽ, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ, നവജാത ശിശുവിനെ പോലെ അവൻ മാറും, പാപസുരക്ഷിതനാകും. ഹബീബ് റസൂലുള്ളാഹി. അവൻ പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ ഇപ്പൊ എത്ര പറഞ്ഞു? എത്രയാ നമ്മൾ എണ്ണിയത്? സുബ്ഹാനല്ലാഹ്. തീർന്നില്ല. ഒരാള് എല്ലാ ദിവസവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അവന്റെ പാപം പൊറുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ ഈ ഓതിയൊക്കെ ഹദീസാട്ടെ, എന്റെ കയ്യിൽ നിന്നല്ല. ഒരുപാട് ആയത്ത് ഹദീസ് നമ്മളോട് ഓതിയിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ ഫീ കുല്ലി യൗം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഔ ഹുത്തത ഖതായാ. ആരെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ, ഇത് റമളാനി മാത്രമല്ല, റമളാൻ അല്ലാത്തപ്പോഴും മുടങ്ങാതെ എന്ത് നില്ലുന്നു? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പണ്ടൊക്കെ മഗ്‌രിബിന് മുമ്പ് പള്ളികളിൽ അത് ചെല്ലായിരുന്നു. മുത്തഅല്ലിമീങ്ങളോടൊപ്പം ചേർന്നിരുന്ന കാരണവന്മാരും ചെല്ലുമായിരുന്നു. ഇന്ന് ആരും കാണുന്നില്ല. ഇന്ന് മൗലിദ് ഓതുകയാണെങ്കിൽ തന്നെ പള്ളിയിലെ മുല്യാര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇല്ല. ഓതിയില്ലെങ്കിൽ മുല്യാര് ഗെറ്റ് ഔട്ട്, പുറത്തോട്ട് വിടുക. അല്ലേ? ഓതാൻ കൂടാരും ഇല്ല. അല്ലാഹ് ഓതിയില്ലെങ്കിൽ ഹൽക്കിന് പിടിക്കാനും ആളുണ്ട്. ശമ്പളം കട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
എവിടെയാണ് നമ്മുടെ അവസ്ഥ? ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ദിനേന 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര പ്രാവശ്യം ചൊല്ലണം? 100 പ്രാവശ്യം ദിവസവും ചൊല്ലണം. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ തീർന്നില്ല. അടുത്ത ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ ഹത്ത ശൗകതി യുശാഖുഹു ഫീ ഖദമിഹി ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ ഹത്ത ശൗകതി യുശാഖുഹു ഫീ ഖദമിഹി ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. മുഅ്മിനായ മനുഷ്യന് മനസ്സിലൊരു വിഷമം വന്നാൽ, മുഅ്മിനായ മനുഷ്യന് മനസ്സിലൊരു പ്രയാസമുണ്ടായാൽ, ഒരു മനക്ലേശമുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിപത്ത് അവന് വന്നു പിണഞ്ഞാൽ, കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ, അവന്റെ സമ്പത്തി എന്തെങ്കിലും ശോഷണമുണ്ടായാൽ, അവന് മാനസികമായ ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടാൽ, എന്തിനേറെ അവൻ നടന്നു നീങ്ങവേ വഴിയരികിൽ നിന്നൊരു കാലിലേക്ക് ഒരു മുള്ള തറച്ചാൽ പോലും അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ കാരണമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ മുഅ്മിനാണോ? നീ നിസ്കാരം നിലനിർത്തുന്നവനാണോ? നീ നോമ്പുകൾ നോറ്റുവീട്ടുന്നവനാണോ? നീ സക്കാത്തുകൾ കൊടുത്തു വീട്ടുന്നവനാണോ? നീ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണോ? നീ നിരാലംബർക്ക് അവലംബമാകുന്നവനാണോ? നീ നിരാശർക്ക് ആശ്രയത്വം കൊടുക്കുന്നവനാണോ? നീ വുളൂ നിത്യമായി എടുക്കുന്നവനാണോ? നീ നടന്നു നീങ്ങുന്ന വഴിയിൽ ഒരു മുള്ള് നിന്റെ കാലിലേക്ക് തറച്ചാൽ പോലും നിനക്ക് അല്ലാഹു പാപം പുറത്തു നൽകുമേ അതിലൂടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മുഅ്മിനിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. അവന്റെ കാലിലൊരു മുള്ള് തറച്ചാൽ പോലും പാപം പൊറുക്കാനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, ഇഷ്ടം പോലെയുണ്ട്. എത്ര എണ്ണിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ നമുക്ക് ഈ റമദാനിൽ ചെയ്യാൻ പറ്റുന്നതാ. ഈ പറഞ്ഞതൊക്കെ ഹജ്ജ് ഒഴിച്ച്. ഹജ്ജ് റമദാൻ കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. ബാക്കിയെല്ലാം നമുക്ക് റമദാനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പറഞ്ഞില്ലേ, പള്ളിയിലേക്ക് പോവുക പറ്റുന്നതാണോ? പറ്റുന്നതാണ്. പാപം പൊറുക്കും. ഒളു എടുക്കുക പറ്റുന്നതാണോ? പറ്റുന്നതാണ്. ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ ഒളു എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹിസാബ് കുറഞ്ഞു കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റേത് ബൈത്തുൽ മാലല്ലേ. ചിലർ പള്ളി വന്നിട്ട് ഇങ്ങനെ പൈപ്പ് തുറന്നു വെച്ചിട്ട് വെള്ളം ഇങ്ങനെ കളയും. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല എന്നാണ് മസ്അല. 3 പ്രാവശ്യം വെച്ചുകൊണ്ട് തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ ചെയ്യൽ സുന്നത്താണ്. യുസന്നു തസ്ലീസു 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. തല തടവുക 3 പ്രാവശ്യം, ചെവി തടവുക 3 കൈയും കാലും ഒക്കെ കഴുകുക 3 അങ്ങനെ 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. റസൂലുള്ളാഹിന്റെ ചര്യയാണ്. വയുക്റഹു സിയാദതു അലൈഹ അതിനേക്കാൾ 1 പ്രാവശ്യം അനാവശ്യമായി വെള്ളമെടുത്ത് അധികരിപ്പിക്കുന്നത്, നിന്റെ സ്വന്തം പൈസ കൊടുത്തിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് നീ കിണറ്റിൽ നിന്ന് മോട്ടോർ വെച്ചിട്ട് നിന്റെ ടാങ്കിനുള്ളിലേക്ക് അടിച്ച വെള്ളം അതിങ്ങനെ പൈപ്പ് വഴി കൃത്യമായിട്ട് ഓസിലൂടെ ഇങ്ങനെ കിട്ടാൻ റാഹത്തായിട്ട് വാപ്പ തന്നതാണ് അല്ലെങ്കിൽ ഉമ്മ സമ്പാദിച്ചതാണ്, എന്തു ആയിക്കോട്ടെ, 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അത് കറാഹത്ത. പണ്ഡിതന്മാർ പറയാ, കർമ്മശാസ്ത്രത. അത് പൊതു സ്വത്താണ് എങ്കിൽ, പള്ളിയുടേതാകുന്ന സ്വത്താണ് എങ്കിൽ 4ാമത് നീ എടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.